ഇന്നത്തെ ദിവസം മൊത്തം മഴയായിരുന്നു. രാത്രി ഉച്ചയായപ്പം ഭയങ്കര വെയിലായിരുന്നു. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഭയങ്കര മഴയായിരിക്കും, ഭയങ്കര വെയിലായിരിക്കും, അല്ലെങ്കിൽ സന്തോഷവും ദുഃഖവും എല്ലാം ഒരുപോലെ ആണ് വരുന്നത് ജീവിതത്തിൽ. സന്തോഷം മാത്രവും ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ദുഃഖവും മാത്രമായിരിക്കത്തില്ല ജീവിതം മൊത്തത്തിൽ. ചില ആൾക്കാരൊക്കെ ചെറിയ കാര്യങ്ങൾ തന്നെ ഭയങ്കര നെഗറ്റീവ് ആവുന്നുണ്ട്. ഈ പറയുന്ന പോലെ ജോലിയാണെങ്കിലും ചിലർക്ക് ചെയ്യാൻ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര നെഗറ്റീവായിട്ട് പറയും. അങ്ങനെയുള്ളവർ അവർക്ക് പറ്റില്ലെങ്കിൽ ആ ജോലി അങ്ങ് കളയുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് അവർക്ക് പറ്റത്തില്ല, കാരണം അതിൽ നല്ല ഇൻകം കിട്ടുന്നുണ്ട്. എല്ലാവരും ജീവിതം ഇതുപോലെ തന്നെയാണ്. സന്തോഷം മാത്രമായിരിക്കത്തില്ല, ദുഃഖം മാത്രമായിരിക്കില്ല. എല്ലാവർക്കും സങ്കടവും ദുഃഖവും എല്ലാം വരും. നമ്മുടെ ജോലിയിലും ഇതുപോലെ തന്നെയാണ്. സ്ട്രെസ്സൊക്കെ ഉണ്ട്. ജീവിതത്തിൽ എപ്പോഴും സ്ട്രെസ്സ് മാത്രമായിട്ട് എടുക്കരുത്. നമുക്ക് സ്ട്രെസ്സ് തോന്നുകയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചായ കുടിക്കുക, ഒരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. പിന്നെ ഒന്നും കൂടുതൽ ചിന്തിക്കാൻ പോകില്ല. അടുത്ത ദിവസം എണീക്കുമ്പം ഒന്നും ചിന്തിക്കാതെ അങ്ങിരിക്കുക. ഈ ജോലിയൊക്കെ സ്ട്രെസ് എന്ന് പറയുന്നവർ അവർ ജോലി കളയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട്. ഇൻകം കിട്ടുമ്പം ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. സ്ട്രെസ്സ് കാണും, എല്ലാത്തിലും സ്ട്രെസ്സ് കാണും. പക്ഷേ ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, നെഗറ്റീവായിട്ട് പറയുന്നത്, എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് നമ്മൾ പറയുകയും ചിന്തിക്കുകയും ചെയ്താൽ ജീവിതം മൊത്തവും നെഗറ്റീവായിരിക്കും. ഇന്ന് എൻ്റെ ജോലിയിലും ഒരു അബദ്ധം പറ്റി. ഇന്നാണെങ്കിൽ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഓർഡറിൽ നിന്ന് വെട്ടുകേക്കും ജ്യൂസ് ആയിരുന്നു. സാധാരണ നമുക്ക് പാക്കറ്റൊന്നും തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ജ്യൂസ് കാണുമെന്ന് വിചാരിച്ച് കൊണ്ടുകൊടുത്തപ്പോൾ കസ്റ്റമർ പറഞ്ഞ് ജ്യൂസില്ല. പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തും ജ്യൂസില്ല. അപ്പോൾ അവിടെ സ്ട്രെസ്സായി. എന്തുവാണ് കസ്റ്റമർ ഹോട്ടലിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മളെടുക്കാതെ പോയി. നമുക്ക് അറിയാൻ പറ്റത്തില്ല ഉണ്ടോ ഇല്ലേന്ന്. അപ്പോൾ കസ്റ്റമർ നമ്മൾ ചോദിച്ചു ഇത് ചെയ്യണ്ടേന്ന്, ചോദിച്ച് നോക്കണ്ടേന്ന്. അപ്പം മിക്കവാറും അവർ റിപ്പോർട്ട് ചെയ്യുമ്പം അവർക്ക് ജ്യൂസിൻ്റെ പൈസ തിരിച്ച് കിട്ടും. പക്ഷേ നമുക്ക് അതൊരു ഡീഗ്രേഡാണ്. പക്ഷെ അത് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. അപ്പം അതവിടെ കളയാണ് വേണ്ടത്. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് എടുത്ത് ഒരു ചായ കുടിക്കുന്നു, കൂടുതൽ ചിന്തിക്കുന്നില്ല, ഇതവിടെ കളയുന്നു. ഓരോ ദിവസവും നമ്മൾ അപ്പത്തെ സമയം മാത്രം ചിന്തിക്കുക, അതിൻ്റെ കൂടുതലൊന്നും ചിന്തിക്കരുത്. ചിന്തിക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും സ്ട്രെസ്സ് മാത്രമായിരിക്കും. ജീവിതം എന്ന് വെച്ചാൽ ഓരോ നിമിഷമാണ്. ഇന്ന് കിടന്നുറങ്ങുമ്പോൾ നാളെ എനിക്കൊന്നും ഒരു ഉറപ്പില്ല. ആസിക്ക് പിന്നെ എന്തിനാവശ്യമില്ലാതെ സ്ട്രെസ്സ് എടുക്കുന്നു എല്ലാ കാര്യത്തിലും. ചിരിക്കുക, സന്തോഷിക്കുക, സംസാരിക്കുക. നമുക്ക് തന്നെ കൂട്ടായിട്ടും നമ്മുടെ സ്ട്രെസ്സ് ഒക്കെ പങ്കെടുക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ നമുക്ക് ചുറ്റും കാണും. അവരുമായിട്ട് സംസാരിക്കുക, സന്തോഷിച്ചങ്ങ് പോവുക. പഴയ കാര്യത്തെക്കുറിച്ചും നാളത്തെ കാര്യത്തെക്കുറിച്ചും ഒരിക്കലും ചിന്തിക്കരുത്. ചിന്തിക്കേണ്ടത് ഇപ്പോഴത്തെ കാര്യത്തെ മാത്രം.